ആഗമനകാലം 3-ാം ഞായർ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 1 57 മുതൽ 66 വരെ. വിചിന്തനം കുടുംബം. ഇന്ന് സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വേണ്ടി പുതിയ പ്രസ്ഥാനങ്ങൾ രൂപം കൊള്ളുന്ന ഒരു കാലഘട്ടമാണ്. സ്ത്രീകൾ സ്വയം ജീവിക്കാൻ വേണ്ടിയുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് നീങ്ങാൻ അവരെ സഹായിക്കുന്ന പല പ്രസ്ഥാനങ്ങളും ഉയർന്നു വരുന്നു. സ്ത്രീ ശാക്തീകരണം എന്നാണ് അതിന് പറയുക. വിമൻ എംപവർമെന്റ് എന്ന് പറയും. ഒരു ദിവസം ഇങ്ങനെയുള്ള ഒരു വനിതാ പ്രസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ഉത്തരവാദിത്തപ്പെട്ട 2-3 കൊച്ചമ്മമാർ സമൂഹത്തിലെ ഇടത്തരം ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു കുടുംബിനിയെ കാണാൻ വേണ്ടി ആ വീട്ടിലേക്ക് കയറി ചെന്നു. ആ കുടുംബിനിയെ കണ്ടതിന് ശേഷം പറഞ്ഞു, ചേച്ചി, ഞങ്ങൾ ഒരു വനിതാ പ്രസ്ഥാനം തുടങ്ങിയിട്ടുണ്ട്, അതിൽ ചേച്ചി അംഗമായിട്ട് പ്രവർത്തിക്കാൻ വരണം എന്ന് ക്ഷണിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതാ. ആ കുടുംബത്തിലെ കുടുംബിനി പറഞ്ഞു, അയ്യോ, എനിക്ക് അതിന് സമയം കിട്ടില്ലല്ലോ. അപ്പോൾ ഈ ആഗതരായിട്ടുള്ള 3 കൊച്ചമ്മമാര് പറഞ്ഞു ആ ചേച്ചിയോട്, ചേച്ചിക്ക് കുട്ടികളെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഭർത്താവും ജോലിക്കും പോയി, പിന്നെ എന്താ അത്ര വലിയ ജോലി? ഈ സമയം വെറുതെ കളയണോ? നമ്മുടെ വനിതകൾക്ക് വേണ്ടി ഉണ്ടാകുന്ന ഈ സംഘടനയിൽ ചേർന്ന് സമാധാനവും സന്തോഷവും ഉത്കർഷവും അഭിവൃദ്ധിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതിന് ഞങ്ങളെ കൂടെ സഹായിച്ചുകൂടെ എന്ന് വീണ്ടും ചോദിച്ചു. അപ്പൊ ആ കുടുംബിനി പറയുക, അതിന് ഞാൻ ഒരു സംഘടനയിൽ ഒരു സ്ഥാപനത്തിന്റെ അംഗമാണല്ലോ, അതുകൊണ്ട് വേറൊരു സ്ഥാപനത്തിലെ അംഗമാകാൻ എനിക്ക് സമയം കിട്ടില്ല, അതിനോട് നീതി പുലർത്താൻ പറ്റില്ല. അപ്പൊ എന്താ ചേച്ചിയുടെ സംഘടനയുടെ ലക്ഷ്യം? മനുഷ്യന്റെ അഭിവൃദ്ധി, വളർച്ചയും ഉയർച്ചയും സന്തോഷകരമായിട്ടുള്ള ജീവിതം. അത് സ്ത്രീകൾക്ക് മാത്രമല്ല, മനുഷ്യർക്ക് പൊതുവെ സന്തോഷകരമായിട്ട് ജീവിക്കാൻ, ശാന്തിയും സമാധാനം കണ്ടെത്താൻ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണത്. ആ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് ആരാ? ചോദ്യം വീണ്ടും. ആ സ്ത്രീ പറഞ്ഞു, എന്റെ ഭർത്താവാണ് അതിന്റെ പ്രസിഡന്റ്, ഞാൻ ഉത്തരവാദിത്തപ്പെട്ട അതിന്റെ ഒരു അംഗമാണ്. അപ്പൊ വീണ്ടും ആഗതർക്ക് ഒരു ജിജ്ഞാസ, ഞങ്ങൾ ഈ നാട്ടിൽ ഇത്ര നാളൊക്കെ പ്രവർത്തിച്ചിട്ടും ഇങ്ങനൊരു സംഘടനയെ പറ്റിയിട്ട് ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ, എന്താ സംഘടനയുടെ ഇത്രയും വിശേഷമായി പ്രവർത്തിക്കുന്ന ഈ സംഘടനയുടെ പേര്? അപ്പൊ ആ കുടുംബിനി പറഞ്ഞു, ആ സംഘടനയുടെ പേരാണ് കുടുംബം. ആ അവസരത്തിൽ ആഗതരായിട്ടുള്ള 3 പച്ചപ്പരിഷ്കാരി കൊച്ചമ്മമാരുടെ മുഖത്തുണ്ടായ വികാര വായ്പകൾ ഒപ്പിയെടുക്കാൻ ഒരു ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ അപൂർവം ചില ഫോട്ടോകൾ സമ്മാനിക്കാൻ ഇടവരുമായിരുന്നു. അതാണ് കുടുംബം. മനുഷ്യന്റെ പ്രവർത്തനങ്ങൾക്കും മനുഷ്യന്റെ ഉയർച്ചയ്ക്കും മനുഷ്യന് സമാധാനവും ശാന്തിയും കൈവരുത്താൻ വേണ്ടി ലോകത്തിന്റെ ആരംഭം മുതൽ മനുഷ്യചരിത്രം തുടങ്ങുന്നതോടുകൂടി ആരംഭിച്ച സംഘടനയാണ് കുടുംബം. അതാണ് ഏറ്റവും ഇന്ന് പുരാതനമായിട്ടുള്ള ലോകത്തിലുള്ള സ്ഥാപനം. ഏറ്റവും പുരാതനമായിട്ടുള്ള സ്ഥാപനമാണത് കുടുംബം. ആ കുടുംബം ദൈവത്താൽ സ്ഥാപിതമാണ്. അതിലൂടെയാണ് മനുഷ്യൻ വളരേണ്ടത്, അതിലൂടെയാണ് മനുഷ്യൻ വികസിക്കേണ്ടത്, അതിലൂടെയാണ് മനുഷ്യൻ സ്വാശ്രയത്വം കണ്ടെത്തേണ്ടത്, അതിലൂടെയാണ് മനുഷ്യൻ രക്ഷപ്പെടേണ്ടതും. അതാണ് ഏറ്റവും ആദ്യത്തെ സ്ഥാപനം. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബ അന്തരീക്ഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഇന്നത്തെ സുവിശേഷം വഴിയെന്ന് എനിക്ക് തോന്നിപ്പോയി. അതുകൊണ്ടാണ് ഈ കുടുംബത്തെപ്പറ്റി പറയാൻ ഞാൻ ഇടവന്നത്. വളരെ സന്തോഷകരമായിട്ട് ജീവിക്കുന്ന ഒരു അണുകുടുംബത്തിന്റെ ചിത്രം ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് സുവിശേഷകൻ. ഈ അണുകുടുംബത്തിൽ 2 പേരേ ഉള്ളൂ. കുടുംബം ആരംഭിക്കുമ്പോൾ, സാധാരണ കുടുംബം ആരംഭിക്കുമ്പോൾ 2 പേരാണ്. ഈ കുടുംബവും ആരംഭിച്ചപ്പോൾ 2 പേര്, സക്കറിയാസ്, എലിസബത്ത്. വളരെ വളരെ സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതമാണ് അവർ നയിച്ചിരുന്നത് എന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നു. നീതിപൂർവം ജീവിച്ച 2 വ്യക്തികളാണ്. പക്ഷെ ദാമ്പത്യത്തിലെ അതിന്റെ സന്തോഷം, അതിന്റെ പൂർണ്ണതയിലെത്താൻ സാമാന്യം ആളുകൾ വിചാരിക്കുന്നതും സത്യത്തിലും അങ്ങനെയാണ്. അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകണം.
അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടേതായിട്ടുള്ള ഒരു സന്തോഷം അനുഭവിക്കാൻ ആ കുടുംബത്തിലെ സഖറിയാസിനും എലിസബത്തിനും ഭാഗ്യം കിട്ടിയില്ല. സാധാരണ അങ്ങനെ ഒരു അവസരം വരുമ്പോ ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയും പഴി പറയുന്നതായിട്ടാണ് നമ്മൾ കാണുക. സാധാരണ കുടുംബത്തിലെ നിന്റെ തെറ്റുകൊണ്ടാണ് പരാതി അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവിടെ പരാതിപ്പെടുന്നതായിട്ട് സുവിശേഷത്തിലെ യാതൊരു സൂചന പോലുമില്ല. അവർ സമാധാനത്തോടു കൂടി നീതിപൂർവ്വം ജീവിക്കുന്നു. പക്ഷേ ഉള്ളിന്റെ ഉള്ളിലെ ദുഃഖമുണ്ട്. ആ ദുഃഖം കടിച്ചമർത്തിക്കൊണ്ട് തമ്പുരാന്റെ പദ്ധതികളെ സംബന്ധിച്ചിടത്തോളം നിശ്ചയമില്ലാത്ത രീതിയിൽ ഒന്നിച്ചു നീങ്ങുന്നു. അവര് കുലീനമായിട്ടുള്ളൊരു കുടുംബമാണ്. അണുകുടുംബമാണെങ്കിലും പുരോഹിത ഗോത്രത്തിൽപ്പെട്ട ഒരു കുടുംബമായതുകൊണ്ട് സഖറിയാസിന് പൗരോഹിത്യ ധർമ്മങ്ങളൊക്കെ നിർവഹിക്കാനുണ്ട്. അതിനുവേണ്ടി ദേവാലയത്തിലേക്ക് പോകുന്നു. ആ അവസരത്തിലാണ് നീതിപൂർവ്വം ജീവിക്കുന്ന ഈ കുടുംബങ്ങളെ തമ്പുരാൻ പ്രസാദം ചൊരിയാൻ വേണ്ടി തീരുമാനിക്കുന്നത്. സഖറിയാസിനെ വിവരം അറിയിക്കുന്നു. സഖറിയാസിനെ അതിൽ സംശയം. കാരണം ഇവര് വാർദ്ധക്യത്തിലെത്തി. അങ്ങനെ വാർദ്ധക്യത്തിലെത്തിയ സഖറിയാസിനും എലിസബത്തിനും ഇനിയൊരു കുഞ്ഞുണ്ടാകുമോ? ഒരു സംശയം. പുരുഷന്റെ സംശയത്തിന് ദൈവം ശിക്ഷയാണ് കൊടുക്കുന്നത്. പക്ഷെ സ്ത്രീകളോട് ഞാൻ സാന്ദർഭികമായിട്ട് പറയട്ടെ, സ്ത്രീകളോട് ദൈവം വളരെ കാരുണ്യത്തിൽ പെരുമാറുന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ മുഴുവനും നമുക്ക് കാണാം. പുരുഷന്മാരുടെ വലിയ കാർക്കശ്യം തമ്പുരാന്. എന്താ അത് ഇങ്ങനൊരു പ്രത്യേകത? ദൈവത്തിന്റെ നീതിബോധത്തെ ചോദ്യം ചെയ്യാൻ ഏത് മനുഷ്യൻ? ആർക്കറിയാം? പക്ഷെ കാണുന്നത് സ്ത്രീകളോട് വളരെ വളരെ ഹൃദ്യമായ രീതിയിൽ വളരെ വളരെ സൗഹാർദ്ദത്തോട് കൂടിയിട്ടാണ് പെരുമാറുന്നത്. നോക്ക്, അബ്രാഹാം വയസ്സനായിരുന്നു. അബ്രാഹത്തിന്റെ ഭാര്യ സാറ വൃദ്ധയായിരുന്നു. അവർക്കും കുട്ടികളുണ്ടായില്ല. അബ്രാഹത്തിനോട് അതിഥിയായി വന്നു ആ ദൈവദൂതന്മാർ പറയുന്നു, ദൈവം പ്രസാദിച്ചിരിക്കുന്നു, നിനക്കൊരു സന്താനമുണ്ടാകും. ഈ പറയണ കേട്ടപ്പോ സാറയ്ക്ക് ചിരിയ വന്നേന്നാ പറയണേ. പരിഹാസച്ചിരി. ചിലർക്ക് പരിഹാസം പലഹാരമായി തീർന്ന നിമിഷങ്ങളുണ്ടാകും. സാറ അടുക്കളയിൽ ഇരുന്നിട്ട് ചിരിച്ചു ഇത് പറയുന്നത് കേട്ടപ്പോ. കാരണം നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല എന്ന് മനസ്സിലാക്കി. ചിരി അതിഥികൾ കേട്ടു. അവരുടെ കർണപുടത്തിൽ അത് എത്തി. സാറ അടുക്കളയിൽ നിന്ന് പുച്ഛത്തിൽ ചിരിക്കുന്നത് അവരത് വെളിപ്പെടുത്തുകയും ചെയ്തു. പക്ഷെ സാറയോട് കാരുണ്യത്തോടു കൂടിയാ ദൈവം പെരുമാറണേ. ഇവിടെയും സഖറിയാസ് ഒരു സംശയം ഉണ്ടാക്കിയുള്ളൂ. പക്ഷേ എന്താ ശിക്ഷ? എത്രയോ കാർക്കശ്യം. മിണ്ടാട്ടം മുട്ടിച്ചു. നീ ഇനി മിണ്ടാൻ നിനക്ക് കഴിവുണ്ടാവില്ല. ഒരു വസ്തു നിനക്ക് കേൾക്കാൻ പറ്റില്ല. വെട്ടിവെച്ചാ പോലും നിന്റെ ചെവിയിൽ കയറില്ല. നീ മൂകനും ബധിരനുമാകണം. കഠിനമായിട്ടുള്ള ഒരു നിലപാട് പുരുഷന്മാരോട്. സ്ത്രീകളോട് വളരെ മൃദുലമായ നിലപാട്. ദൈവത്തിന്റെ നീതിബോധത്തെ ആർക്ക് ചോദ്യം ചെയ്യാൻ പറ്റും? അറിഞ്ഞുകൂടാ എനിക്ക്. ഇനി പുതിയ നിയമത്തിൽ വേറൊരു സ്ത്രീ, നമ്മുടെ പരിശുദ്ധ കന്യകാമറിയം. ദൈവത്തിന്റെ ദൂതൻ വരുന്നു. വിഷയം ഇത് തന്നെ, കുഞ്ഞുങ്ങളുടെ തന്നെ വിഷയം. ദൈവത്തിന്റെ ദൂതൻ മറിയത്തിനോട് പറയണു, മറിയത്തിനും ചില സംശയങ്ങള്, ചില കാര്യങ്ങളൊക്കെ അറിയണം. ചോദിച്ചു. പക്ഷേ മറിയത്തിനോടും വളരെ കാരുണ്യപൂർവമാണ് ദൈവം പെരുമാറുന്നത്. സ്ത്രീകളോട് എന്തോ പ്രത്യേകം ഒരു ആദരവ് ദൈവത്തിനുള്ള മാതിരി. സാന്ദർഭികമായിട്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ ചോദ്യം ചെയ്യാൻ ആർക്കാ അവകാശം? ദൈവത്തിന്റെ നീതിബോധത്തെ കണ്ടെത്തിയൊരു ആരുണ്ട്? അതങ്ങോട്ട് സാന്ദർഭികമായിട്ട് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. അതല്ല നമ്മുടെ വിഷയം. അങ്ങനെ സഖറിയാസിന് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നു. അപ്പീൽ ആരോടാ കൊടുക്കണത്? സഖറിയാസ് മിണ്ടിയിട്ടും വർത്തമാനം പറഞ്ഞിട്ടും പള്ളിയിൽ പോയ സഖറിയാസ് മിണ്ടാൻ പറ്റാതെയും കേൾക്കാൻ പറ്റാതെയും പള്ളിയിൽ നിന്ന് തിരിച്ചു പോന്നു. ആകെ 2 പേരേ ഉള്ളൂ. ഈ 2 പേര് മാത്രമുള്ള ഒരു കുടുംബത്തിലെ ഒരെണ്ണം മിണ്ടാട്ടല്ല, കേൾക്കൂല. പിന്നെ ആരാ അവിടെ വർത്തമാനം പറയാൻ പറ്റുക? തനിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞ വട്ടിന്റെ ലക്ഷണമല്ലേ അത്? വട്ടിന്റെ ലക്ഷണമാണെന്ന് പറയാൻ വേറെ വലിയ പഠനം വേണോ? തനിച്ചൊരാൾക്ക് സാറാക്കി തനിച്ചിരുന്ന് വർത്തമാനം പറയാൻ പറ്റുമോ? മറ്റേ ആൾക്ക് മിണ്ടാട്ടവുമില്ല. ആ കുടുംബത്തിന്റെ അന്തരീക്ഷം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ആകെ 2 എണ്ണം. അത് മൂത്തുമുരടിച്ച 2 വൃദ്ധ ദമ്പതികള്. അതിൽ ഒരെണ്ണത്തിന് മിണ്ടാട്ടവും ഇല്ല, ചെവിടും കേട്ടൂടാ. ഒരെണ്ണത്തിന് മിണ്ടുകയും ചെയ്യാം, ചെവിടും കേൾക്കാം. പക്ഷെ ആരോടാ മിണ്ടണേ? തനിച്ചിരുന്നിട്ട് മിണ്ടിയ വട്ടിന്റെ ലക്ഷണം.
ആ കുടുംബം തകർന്നു ആകെ. എന്നിട്ടും സുവിശേഷത്തിന് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു, പഴി പറച്ചിലില്ല, ഏഷ്ണികളില്ല, അട്ടിപ്പിട്ടിയില്ല, ബഹളമില്ല, അതിന്റെ സൂചന പോലും സുവിശേഷത്തിലില്ല. അവര് ആ സാഹചര്യം സന്തോഷമായിട്ട് മുന്നേറുന്നു. ഇതാ ഇന്നത്തെ സുവിശേഷത്തിന്റെ ആരംഭം. കുട്ടിയെ പ്രസവിക്കാനുള്ള സമയമായി. പ്രസവിച്ചു. എലിസബത്ത് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. പ്രശ്നം പരിഹാരം ആയിട്ടില്ല. ആ കുഞ്ഞിനെ പ്രസവിച്ചു എന്ന് കേട്ടോടുകൂടി അത് ആൺകുട്ടിയാണെന്ന് പറഞ്ഞോട് കൂടിയിട്ട് അന്നത്തെ നാട്ടു നടപ്പനുസരിച്ച് ആ കരയിലുള്ള എല്ലാവരും കുടുംബസമ്മേളനം എന്ന് വിചാരിച്ചു. കുടുംബസമ്മേളന യൂണിറ്റുകളൊക്കെ പാട്ടും കിന്നരവും കൊട്ടും കൊരവയ്ക്കായിട്ട് ആളുകൾ വരും. ആൺകുട്ടിയാണെങ്കിൽ, പെൺകുട്ടിയാണെങ്കിൽ കൊണ്ടുവന്ന് ഒക്കെ അടക്കി മോന്തിയും വീർപ്പിച്ചിട്ട് അവരാ പോവും. അതാണ് നാട്ടു നടപ്പ്. ഇത് വന്നപ്പോ ആൺകുട്ടി, സുന്ദരമായിട്ടുള്ള നല്ല തുടുതുടുത്ത ആൺകുട്ടി, അങ്ങനെ ഉല്ലാസം, വളരെ സന്തോഷം. ആ ഗ്രാമത്തിൽ മുഴുവനും സന്തോഷം. പക്ഷേ തന്തയ്ക്ക് മിണ്ടാട്ടല്ല, മിണ്ടാൻ പറ്റുന്നില്ല. ശിക്ഷ ഒന്ന് ശങ്കിച്ചതിന് തമ്പുരാൻ കൊടുത്ത അടി കണ്ടു. എന്തോ ഒരു കാർക്കശ്യപ്പ. അങ്ങനെ ഇരിക്കുമ്പോ എങ്കിലും അവിടെ ഒരു പരിഭവം കാണുന്നില്ല. ബന്ധുജനങ്ങൾ ഒരുപാട് വന്നിരിക്കുന്നു. ഛേദനാചാര തിരുനാള്, മാമോസയ്ക്ക് പകരം നിൽക്കുന്ന തിരുക്കർമ്മം. ഇന്ന് നമ്മുടെ മാമോസ ബപ്തോത്സവം ഉണ്ടെന്ന് പറയുമ്പോ എന്താ ആഘോഷം. അങ്ങനെ അന്നും ആ വലിയ ആഘോഷം. മാമോസയ്ക്ക് പകരം നിൽക്കുന്ന ദിവസം ബന്ധുജനങ്ങളൊക്കെ വന്നിരിക്കുന്നു. കാരണന്മാരായിട്ടുള്ള ആളുകളൊക്കെ ചിന്തിച്ചു, കൊച്ചിന് എന്താ പേര് കൊടുക്കേണ്ടത്? അപ്പനാണ് അതിന്റെ അധികാരം. അപ്പനാണെങ്കിൽ മൂങ്ങയായിട്ടിരിക്കുക, പിന്നെ എന്തൂട്ടാ അതിനോട് ചോദിക്കണേ? ചോദിച്ചാ കേൾക്കുവോ? അതുകൊണ്ട് കാരണന്മാരായിട്ടുള്ള അമ്മാവന്മാരും ബന്ധുജനങ്ങളൊക്കെ കൂടി തീരുമാനിച്ചു, പെണ്ണുങ്ങളോട് ചോദിക്കാറില്ല. കാരണം അന്നത്തെ നാട്ടു നടപ്പ് അങ്ങനെയാണ്. അവരവിടെ ഇരിക്കുക, അവര് പള്ളിയിലേക്കൊന്നും പോവില്ല. നമ്മുടെ നാട്ടിൽ പോലും അങ്ങനെയായിരുന്നു കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ്. അപ്പൊ അന്നത്തെ സ്ഥിതി അത് അതിലും വലിയ പരിതാപകര സ്ഥിതി. അതുകൊണ്ട് ആരോടെ ചോദിക്കാനും പറയാനൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അവര് കാരണന്മാര് തീരുമാനിച്ചു, അപ്പന്റെ പേര് സക്കറിയാസ് എന്നല്ലേ, അതുകൊണ്ട് നടപ്പനുസരിച്ച് മോനെ സക്കറിയാസ് എന്ന് പേര് വിളിക്കുക. പള്ളി പോവല്ലേ എന്നൊക്കെ തീരുമാനിച്ചു. എന്നാ പോണേറ്റ് മുമ്പ് എന്നാ കൊച്ചിന്റെ അമ്മയോടൊന്ന് ചോദിക്കാം. പതിവില്ലെങ്കിലും അവളിപ്പോ എന്താ ഒരു തെറ്റ് ചെയ്തേ എന്ന രീതിയിൽ അവളൊരു നല്ലൊരു സ്ത്രീയാണല്ലോ, കൊച്ചിന്റെ അമ്മയാണല്ലോ, വാർദ്ധക്യത്തിൽ അപ്പൊ എന്തോ ഒരു പ്രത്യേകത ഉണ്ട് അവൾക്ക് എന്ന് വിചാരിച്ചിട്ട് കാരണന്മാര് ഒരു വഴി വിട്ടിട്ട് ഒരു ചോദ്യം ചോദിച്ചു അവളോട്. എന്താ കൊച്ചിന് ഞങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്ന സക്കറിയാസ് എന്ന് പേര് കൊടുക്കാന്നാണ് നിന്റെ ആഗ്രഹം, നിന്റെ മനസ്സ് എങ്ങനെയാ? അപ്പോഴാണ് അമ്മ പറയണേ, അല്ല, അവന്റെ പേര് സക്കറിയാസ് എന്നല്ല, അവനെ വിളിക്കേണ്ടത് യോഹന്നാൻ എന്നാണ് വിളിക്കേണ്ടത്. ഇവര് ആ ഘട്ടം തെരഞ്ഞു നിൽക്കുക. ഇതെന്താ പെണ്ണെ നീ പറയണേ? നമ്മുടെ ബന്ധുക്കളിലോ തറവാട്ടിന് പോലും ഒരാളില്ലല്ലോ യോഹന്നാൻ എന്നുള്ള പേരില്. എന്താ നീ പറയണേ? നമുക്ക് നാട്ടു നടപ്പില്ലേ, പാരമ്പര്യമില്ലേ, കീഴ്വഴക്കല്ലേ? നീ എന്ത് വിവരക്കേടായി പറയണേ? ഈ എലിസബത്തിന് വേറൊരു വർത്താനമില്ല. ബഹളത്തിനൊന്നും പോകുന്നില്ല. ചൂലെടുക്കാനോ കയ്യിലും കണ്ണം എടുക്കാനോ ഒന്നിനും പോകുന്നില്ല. അവള് ഇത്രേ പറഞ്ഞുള്ളൂ, എന്റെ മോന്റെ പേര് യോഹന്നാൻ. ആകെ വിഷമായി കാരണന്മാർക്ക് നട്ടം തിരിയ. ഇനിയിപ്പോ എന്താ ചെയ്യുക? എന്നാ ഊമ്മനോട് തന്നെ ചോദിക്കാന്ന് വിചാരിച്ചിട്ട് ചോദിച്ചോ വർത്താനം പറഞ്ഞാ കേൾക്കുവോ? അതുകൊണ്ട് ഇങ്ങനെ എന്താ ഒപ്പിച്ചപ്പോ ഊമ്മനായിട്ടുള്ള സക്കറിയാസ് ആംഗ്യം കാണിച്ചിട്ട് ഒരു പലക കൊണ്ടുവരാൻ പറഞ്ഞു. എഴുത്ത് പലക, അന്നത്തെ രീതി കൊണ്ടുവന്നു. അതിലുണ്ട് എഴുതുന്നു, അവന്റെ പേര് യോഹന്നാൻ എന്നാകുന്നു. ആകെ അന്താളിച്ചു. എലിസബത്ത് പറഞ്ഞത് മൂകനും ബധിരനുമായിട്ടുള്ള ഭർത്താവ് കേട്ടിട്ടില്ല. ഭർത്താവ് എഴുതി കാണിക്കുക, അവന്റെ പേര് യോഹന്നാൻ എന്നാകുന്നു. ഭാര്യയെ പൂർണ്ണമായി പിന്താങ്ങുന്ന ഭർത്താവ്, ഭാര്യയുടെ അഭിപ്രായത്തെ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുന്ന ഭർത്താവ്, അംഗീകരിക്കുന്ന ഭർത്താവ്, അങ്ങനെ ഭർത്താവിനെ അംഗീകരിക്കുന്ന ഭാര്യ. എങ്ങനെയോ ഭാര്യയ്ക്ക് മനസ്സിലായിണ്ടാവും, കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഈ ഒരു സ്ഥിതിവിശേഷത്തിൽ എന്തുണ്ടായി? ശിക്ഷ ഇളവ് വരുന്നു. ഓട്ടനെ തന്നെ നാവിന്റെ കെട്ടഴിയണു, ചെവി തുറക്കപ്പെടുന്നു. അവൻ മിണ്ടാൻ തുടങ്ങി. ദൈവത്തിന്റെ പദ്ധതികൾ കണ്ടു.
ഭർത്താവിനെ അംഗീകരിക്കുന്ന ഭാര്യ, ഭാര്യയെ അംഗീകരിക്കുന്ന ഭർത്താവ്, രണ്ടുപേരും പരസ്പരം അംഗീകാരത്തിൻ്റെതായിട്ടുള്ള തീവ്രമായിട്ടുള്ള ആ ഒരു രംഗം വന്നപ്പോ ദൈവത്തിലെ ശിക്ഷ അതിനാൽ തന്നെ പിൻവലിക്കപ്പെടുന്നു. ശിക്ഷ പിൻവലിച്ചു എന്ന് തന്നെയല്ല, ദൈവത്തിന്റെ അനുഗ്രഹം ആ കുടുംബത്തിൽ സമർത്ഥമായിട്ടുണ്ടാകുന്നു. ഇത് ആ കുടുംബത്തിൽ മാത്രമല്ല മക്കളെ, നമ്മുടെ കുടുംബങ്ങളിലും ഇങ്ങനെ തന്നെയാ. അപ്പനെ അംഗീകരിക്കുന്ന അമ്മ, അമ്മയെ അംഗീകരിക്കുന്ന അപ്പൻ, അപ്പനും അമ്മയെ അംഗീകരിക്കുന്ന മക്കള്, ദൈവത്തിന്റെ അനുഗ്രഹം സമർത്ഥമായിട്ടുണ്ടാകാൻ ഇതിലും വലിയ ഒന്നും ചെയ്യണ്ട. ഇതിലേ ദൈവം പ്രസാദിക്കൂ. എന്തെങ്കിലും ഏതെങ്കിലും കാരണവശാൽ ദൈവത്തിന്റെ ശിക്ഷ പോലും ഇളവ് ചെയ്യപ്പെടാൻ ഇടവരുന്ന, പാപത്തിന് പരിഹാരം പോലും ഉണ്ടാകാൻ ഇടവരുന്ന ഒരു അന്തരീക്ഷമാണ്, ഒരു സാഹചര്യമാണ്. അങ്ങനെ സമാധാനത്തോടുകൂടി വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി പരസ്പരം അംഗീകരിക്കുന്ന ഒരു കുടുംബത്തിന്റെ അന്തരീക്ഷം എന്നല്ലേ ഇതിന്റെ മനസ്സിലാക്കേണ്ടത്? അതിനുവേണ്ടി ചെയ്യുന്ന ത്യാഗങ്ങള്, അതിനുവേണ്ടി ഇടവരുന്ന വിട്ടുവീഴ്ചകള് ദൈവത്തിന് മുമ്പില് പ്രസാദിക്കാൻ ഇടവരുമെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? കാരണം ഈ സ്ഥാപനം ദൈവത്താൽ സ്ഥാപിതമാണ്. കുടുംബം മനുഷ്യരുണ്ടാക്കിയതല്ല. കുടുംബം മനുഷ്യർ വീടുണ്ടാക്കും, പക്ഷേ കുടുംബം ദൈവത്തിന്റെ സ്ഥാപനമാണ്. അതുകൊണ്ട് ആ കുടുംബത്തിന്റെ അന്തരീക്ഷം വളരെ ഹൃദ്യമായി തീർന്നാൽ എല്ലാ അനുഗ്രഹത്തിന്റെയും സ്രോതസ് അവിടെയാണ്. നമ്മുടെ ക്രിസ്മസിന് ഒരുങ്ങുന്ന അവസരമാണ്. ക്രിസ്മസിന്റെ സന്തോഷം അനുഭവിക്കാൻ ഇടവരണമെന്ന് വരികില് ഈ കുടുംബത്തിന്റെ അന്തരീക്ഷത്തിലല്ലാതെ എവിടെയാ ക്രിസ്മസ്? ഷാപ്പിലാണോ ആഘോഷിക്കേണ്ടത്? അവിടെയാണോ യേശുവിനെ നമ്മൾ കണ്ടെത്തേണ്ടത്? കലുങ്കിലാണോ യേശുവിനെ കണ്ടെത്തേണ്ടത്? എവിടെയാണ് യേശുവിനെ കണ്ടെത്താൻ സാധിക്കുക? സന്തോഷകരമായിട്ടുള്ള കുടുംബാന്തരീക്ഷം ഉണ്ടാക്കാൻ ഇടവന്ന് ആ കുടുംബാന്തരീക്ഷത്തിലാണ് യേശുവിനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുള്ളൂ, യേശു പ്രസാദിക്കുള്ളൂ. ഇതാണ് സത്യം. ഇത് വലിയ സത്യമാണ്. അത് സക്രിയാസിന്റെ ജീവിതത്തിലും കുടുംബത്തിലും മാത്രമല്ല, അത് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ എങ്ങനെയാണ്. അതുകൊണ്ട് നമ്മുടെ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്നു. ഒരുക്കത്തിന്റെ ഏറ്റവും കാര്യമായിട്ടുള്ള ഒരുക്കം നമ്മൾ ജീവിക്കുന്ന കുടുംബങ്ങളിലെ സന്തോഷം ഉണ്ടാക്കാൻ, സമാധാനം ഉണ്ടാക്കാൻ, പരസ്പരം അംഗീകരിക്കത്തക്ക വിധത്തിലുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ എന്തൊക്കെ ത്യാഗങ്ങൾ ഞാൻ ചെയ്യണോ അത് ചെയ്യാൻ ഇടവരിക. ഇതാണ് ദൈവാനുഗ്രഹം വിളിച്ചു വരുത്തുന്നതിനുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള വഴി എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളെ സാക്ഷ്യപ്പെടുത്തുക. സാമാന്യ രീതിയിലെ കുടുംബം എങ്ങനെയാ തുടങ്ങണത്? ദേവാലയത്തിലാണ് കുടുംബം ആരംഭം കൊള്ളുക. വിവാഹമെന്ന ഒരു കൂദാശ, ആ കൂദാശയിലാണ് കുടുംബം രൂപം കൊള്ളുന്നത്. നമുക്കറിയാം. അങ്ങനെ കൂദാശയുടെ പരികർമ്മത്തിന്റെ ആ കുടുംബത്തിന്റെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രമം കഴിഞ്ഞ് ഒട്ടും അപ്രധാനമല്ലാത്തൊരു ക്രമത്തിലേക്ക് ഉടനെ തന്നെ കടക്കുന്നു. താലികെട്ട് കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും മുട്ടുമേൽ നിൽക്കുന്നു. കുഷിയനുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കണു, ഇല്ലെങ്കിൽ നിലത്ത് മുട്ടുകുത്തുന്നു. ഭർത്താവും ഭാര്യയും ഉടനെ തന്നെ കപ്പ്യര് അല്ലെങ്കിൽ വൈദികൻ തുറന്ന ഒരു വേദപുസ്തകം അവരുടെ കൈകളിലേക്ക് എത്തിക്കുന്നു. തുറന്ന വേദപുസ്തകം രണ്ടുപേരും കൈ അതിൽ വെക്കാൻ പറയുന്നു. ഇതാ വൈദികൻ ചൊല്ലിക്കൊടുക്കുന്നു. നിങ്ങൾ പേർത്ത് ചെല്ലാൻ പറയുന്നു. ഇന്നു മുതൽ മരണം വരെ ദുഃഖത്തിലും സന്തോഷത്തിലും, ദാരിദ്ര്യത്തിലും സമ്പത്തിലും, അനാരോഗ്യത്തിലും ആരോഗ്യത്തിലും ഏകമനസ്സായി ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധമായ നിമിഷത്തിൽ സാക്ഷിയാക്കി വേദപുസ്തകത്തിൽ തൊട്ടുകൊണ്ട് ഞങ്ങൾ സത്യം ചെയ്യുന്നു, ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. രണ്ടുപേരും കുടുംബം തുടങ്ങുന്ന രീതിയാണ് മക്കളെ നമ്മൾ ആദ്യത്തെ സത്യപ്രതിജ്ഞ. ഒരു പക്ഷേ ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും ചെയ്യുന്ന സത്യപ്രതിജ്ഞ അവിടെ നമ്മൾ ആരംഭിക്കുന്നു. ഇന്നു മുതൽ മരണം വരെ സമ്പത്തിലും ദാരിദ്ര്യത്തിലും, സന്തോഷത്തിലും ദുഃഖത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഏകമനസ്സായി സന്തോഷത്തോടു കൂടി ജീവിച്ചു കൊള്ളാമെന്ന് വേദപുസ്തകം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു.
കുടുംബം ആരംഭിക്കുന്നത് ഇങ്ങനെയാ. നിങ്ങളൊക്കെ ആരംഭിച്ചുള്ളത് ഇങ്ങനെയാ. ചിന്തിച്ചു നോക്കി. ഈ സത്യപ്രതിജ്ഞ നമുക്ക് പാലിക്കാൻ കടമയുണ്ടോ? ഈ സത്യപ്രതിജ്ഞ നമുക്ക് പാലിക്കാൻ കടമയില്ലെങ്കിൽ വേറെ ഏത് സത്യപ്രതിജ്ഞ ചെയ്താലും നിങ്ങൾ പാലിക്കുമെന്ന് എന്താ ഉറപ്പ്? നിങ്ങൾ വാക്ക് പാലിക്കുമെന്ന് എന്താ ഉറപ്പ്? കുറുപ്പിന്റെ ഉറപ്പ് പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് നമ്മൾ നടത്തിയ ഈ സത്യപ്രതിജ്ഞ അന്നത്തെ രീതിയിൽ അവരത് നടത്തി. സക്രിയാസും എലിസബത്തും ഈ വാചകമാകില്ല. അന്നത്തെ രീതിയിൽ അവർ നടത്തി. ആ ഉറപ്പ് അവർ പാലിച്ചു. അവരുടെ ജീവിതത്തിൽ വൈതരണികൾ വന്നപ്പോഴും അവർ ഉറപ്പ് പാലിച്ചു. അതുകൊണ്ട് ദൈവത്തിന്റെ ആ പ്രസാദം അവരിലൂടെ പല പ്രതിസന്ധികളിൽ കൂടെ തരണം ചെയ്ത് അവരെ പ്രസാദിച്ചു. ആ കുട്ടിയെ പറ്റി പറയാണ് നാട്ടുകാര് പറയുക, ഇവൻ ആരായിത്തീരുമെന്ന് നാട്ടുകാര് ആകെ വിസ്മയിച്ചു എന്ന് സുവിശേഷത്തിന്റെ അവസാനത്തെ വാചകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. ഈ കുട്ടി ആരായിത്തീരും? മഹാനായിത്തീരും. അത്ഭുതം നാട്ടുകാർക്ക്. എന്തിനാ ഇത്ര അത്ഭുതപ്പെടണേ? അമ്മയെ അംഗീകരിക്കുന്ന അപ്പനും അപ്പനെ അംഗീകരിക്കുന്ന അമ്മയും ഉണ്ടാകുന്ന ആ കുടുംബത്തിൽ വളരുന്ന ആണോ പെണ്ണോ മഹാനോ മഹതിയോ ആയിത്തീർന്നില്ല എങ്കിലേ അത്ഭുതത്തിന് അവകാശമുള്ളൂ. അങ്ങനെ പരസ്പരം അംഗീകാരത്തോടു കൂടിയിട്ട് വളർത്തുന്ന ഒരു കുടുംബത്തില് ഒരു കുട്ടി മഹാനായില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. യോഹന്നാൻ തീർച്ചയായും മഹാനായി. ഈ യോഹന്നാനെ സംബന്ധിച്ചാണ് യേശുക്രിസ്തു സാക്ഷാൽ ഉടയതമ്പുരാൻ നമ്മോട് പറയേണ്ടത്, സ്ത്രീകളിൽ ജനിച്ചവരിൽ ഇത്രയേറെ വലിയ മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാൻ ഇടവന്നത്. അപ്പനും അമ്മയുടെ അവരുടെ മഹത്വം കണ്ടു. അവരുടെ മഹത്വത്തിൽ വളരുന്ന കുട്ടിയുടെ ഉയർച്ച കണ്ടു. ഉടയതമ്പുരാൻ സാക്ഷ്യപ്പെടുത്തത്തക്ക വിധത്തിലുള്ള വലിയ ഉയർച്ചയായി. നമ്മുടെ മക്കൾ ഉയരണം. ഇതിനു വേണ്ടിയല്ലേ നമ്മൾ പാടുപെട്ടണത്? നമ്മുടെ മക്കൾ വളരണം. ഇതിനു വേണ്ടിയല്ലേ നമ്മൾ ബുദ്ധിമുട്ടണത്? പക്ഷേ ഈ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കുമുള്ള ഏറ്റവും നല്ല വളം പരസ്പര അംഗീകാരത്തിന്റെയും സ്നേഹത്തിന്റെയും അന്തരീക്ഷമാണ്. ഇത് നമ്മൾ മറന്നുകൊണ്ട് കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം ശ്രദ്ധിച്ചാലും എത്രയേറെ പണം മുടക്കിയാലും കുട്ടി വളരില്ല, വളയുള്ളൂ. കുട്ടി വളരില്ല, വളയുള്ളൂ. വളച്ചിൽ കുറച്ച് ഒടിയും, തകരും. ഇന്നലെ ഒരു കുടുംബം എന്റെ അടുത്ത് എത്തിയത് ഞാൻ ഈ സാന്ദർഭികമായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സമൂഹത്തിലെ ഒരു ഇടത്തരക്കാര്, 2 കുട്ടികളാ, ട്വിൻസാണ് അവര്. ഒന്ന് ആണും ഒരു പെണ്ണും. പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ടില്ല. 16 വയസ്സായി. 2 പേർക്കും 16 ആണല്ലോ. അപ്പോ 10ൽ പഠിക്കുന്നു 2 പേരും. 2 പേരും ഒരു സ്കൂളിൽ ഒരു ക്ലാസ്സിലെ. പക്ഷെ പെൺകുട്ടി എല്ലാത്തിനും 98-100% മാർക്ക്. ആൺകുട്ടിക്ക് പോയി 0 1 10 25 വരെയൊക്കെ എത്തണം. ആരംഭം 7 വരെ 8 വരെ ആൺകുട്ടിയും പെൺകുട്ടിയും ഒക്കെ കൃണം 98, 2 പേർക്കും 98. അല്ലെങ്കിൽ 100 ആണെങ്കിൽ പലതിലും 2 പേർക്കും 100. അങ്ങനെ പോയിരുന്ന ഈ ആംഗ്ല പെങ്ങള് 7 വരെ അങ്ങനെ പോയി. 8, 9, 10 ഹൈസ്കൂളിൽ എത്തിയോട് കൂടിയിട്ട് ആൺകുട്ടി അങ്ങനെ പോണില്ല. ആൺകുട്ടി മുന്നോട്ട് പോകുന്നതിന് പകരം പിന്നോട്ട് പോയി ഇനി 0 പുറകെ പോകാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രദ്ധ. ക്ലാസ്സിൽ പോലും കടക്കണില്ല. അപ്പന് ആകെ ഭയം. എന്തു വേണമെങ്കിലും കൊടുക്കാൻ തയ്യാർ. ഇനി ഇവനിഞ്ഞ് ഏതെങ്കിലും സാധാരണ സ്കൂളിൽ നിന്ന് മാറ്റിയിട്ട് ഇനി ടെക്നിക്കൽ സ്കൂളിലാക്കിയ എന്തെങ്കിലും രക്ഷപ്പെടുന്ന ഒരു ആൺകുട്ടിയല്ലേ, അവന് ടെക്നിക്കലായിട്ട് വിജയിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവനെ അവിടുന്ന് പറിച്ച് ഇവിടെ നട്ടു ടെക്നിക്കൽ സ്കൂളിൽ. എന്നിട്ട് ട്യൂഷനും വെച്ചു. അവൻ ട്യൂഷന് പോണില്ല, അവൻ സ്കൂളിലും പോണില്ല. എന്നാ ഇവൻ ആകെ വെപ്രാളക്കാരനുമായിട്ടില്ല. കുടുംബത്തിന്റെ അന്തരീക്ഷത്തില് ഇവനാകെ ഒരു പഴങ്കഞ്ഞി കുട്ടി, ഒരു വെജിറ്റബിൾ ടൈപ്പ്. പെൺകുട്ടിയാണെങ്കിലോ മിടുമിടുക്കി. തുടർന്ന് ഓരോ നിമിഷത്തിലും അപ്പനും അമ്മയും ഇവനോട് പറയണത്, എടാ നീ ഉണ്ടായിട്ട് എന്താ കാര്യം, നീ അവളെ നോക്ക്, അവളെ എത്ര പഠിക്കുന്നു, പഠിക്കണ. അമ്മയുടെ അധ്യാപകർ ഇത് തന്നെ. നിങ്ങൾ 2 പേരും ഒരേ വീട്ടിൽ നിന്ന് വരുന്നു, ഒരു ആംഗ്ലും പെങ്ങളും ഒരേ ക്ലാസ്സിലെ. ഈ പെങ്ങൾ എന്തുമാത്രം നന്നായിട്ട് മിടുക്കിയായിട്ട് വരുന്നു, നീ എന്തുട്ടാ പഠിക്കാതിരിക്കണേ? അധ്യാപകരും ഇത് തന്നെ. മാതാപിതാക്കന്മാരെ ഇവന്റെ സാന്നിധ്യത്തിൽ വിളിച്ചിട്ടും അവരോട് ഉപദേശം ഇത് തന്നെ. ഇവനാകെ മനസ്സുമെടുത്തു.
ആത്മവിശ്വാസം നശിച്ചു. പെങ്ങളെ പോലെ എനിക്ക് എത്താൻ പറ്റില്ല എന്നുള്ള വിശ്വാസം അവനായി. ഇതെന്നും ഇത് തന്നെ. എന്റെ അടുത്തേക്ക് വരുമ്പോ അവൻ എന്നോട് പറയാ, അച്ഛാ, വീട്ടിലൊരു നിമിഷം പോലും നിൽക്കാൻ എനിക്ക് ആഗ്രഹമില്ല. പക്ഷെ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഞാൻ ഒളിച്ചോടാൻ നിൽക്കുക. 16 വയസ്സുകാരൻ 10ാം ക്ലാസ്സിലാണ് ഇപ്പൊ എത്തിയിരിക്കണേ. അവന്റെ മനസ്സുകൊണ്ടോ എന്താ കാര്യം? ഈ അപ്പനും അമ്മയും എല്ലാ കാശും ഇവന് വേണ്ടിയിട്ട് മക്കൾക്ക് വേണ്ടി ചെലവാക്കുന്നു. പക്ഷെ ചെലവാക്കുന്നത് ഇവനായിട്ട് കാണാൻ അവർക്ക് സാധിക്കുന്നില്ല. അമ്മയുടെ വക ഉപദേശം, അപ്പന്റെ വക വേറെ ഉപദേശം, അധ്യാപകരുടെ വക വേറെ ഉപദേശം. ഇവളപ്പൊ കേമത്തരം കാണിച്ചിട്ട് ഇവനൊരു ഞൊണ്ടില് ഇങ്ങനെ പലതും ആയപ്പോ ഇവൻ ഒരു പഴങ്കഞ്ഞിയായി. ഇവന് രക്ഷപ്പെടാൻ നിവൃത്തിയില്ലാന്നായി. എനിക്കൊരു നിമിഷം പോലും വീട്ടിൽ നിൽക്കാൻ ആഗ്രഹമില്ല. ഞാൻ ഒളിച്ചോടാൻ പഴുതു നോക്കുക. ഇന്നലെ എന്റെ മുറിയിൽ വന്നൊരു കേസാ. അപ്പനാകെ പകച്ചിട്ടാ വരണത്. പകപ്പ് മുഴുവൻ കാണാനുള്ള തെളിവ് എന്റെ കണ്ണിനില്ല എന്ന് ഒരിക്കലും വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായി പകച്ചിട്ടാ നിൽക്കണത്. ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അപ്പനെ വിളിച്ചിട്ട് പറയാണ്, മക്കളെ, വാദിപതിയാണ്. നിങ്ങൾ എല്ലാ തരത്തിലും പൈസ ചെലവാക്കുന്നു, എന്ത് വേണമെങ്കിലും മക്കൾക്ക് വേണ്ടി ചെയ്യാൻ തയ്യാറാകുന്നു. പക്ഷേ നിങ്ങൾ ഈ മകനെ ആയിരിക്കുന്ന രീതിയിൽ അംഗീകരിക്കാൻ തയ്യാറായില്ല. സ്ത്രീകളുടെ ഹോർമോൺ ഫീമെയിൽ ഹോർമോൺ, പുരുഷന്മാരുടെ ഹോർമോൺ അത് വ്യത്യാസപ്പെട്ട മാസ്കുലിൻ ഹോർമോണാണ്. അതുവരെ അവർക്ക് ആ മാസ്കുലിൻ ഹോർമോൺ വർക്ക് ചെയ്യുന്നത് ഒരു 14, 15, 16 വയസ്സുകളിലാണ് ഹോർമോണിന്റെ പ്രവർത്തനം. സ്ത്രീകളിലായാലും പുരുഷന്മാരിലായാലും എന്തായാലും അതുവരെ അവരിങ്ങനെ ഒരേ രീതിയിൽ അങ്ങോട്ട് പോയി. അത് മാസ്കുലിൻ ഹോർമോൺ വർക്ക് ചെയ്യുമ്പോ അവൻ ആണായിട്ട് തീരണം. അപ്പൊ അവന് ഈ പെണ്ണുങ്ങളെ മാതിരി ഇതന്നെ ഇരുന്നിട്ട് ഉരുവിടാൻ അവന് പറ്റില്ല. അവന് വർക്ക് ചെയ്യുന്നത് മാസ്കുലിൻ ഹോർമോണാണ്. അവനൊന്ന് ഓടിയെന്ന് വരും, അവനൊന്ന് തട്ടിയെന്ന് വരും, അവനൊന്ന് വർത്തമാനം പറഞ്ഞെന്ന് വരും. അവൻ ആണാവണം. പെണ്ണുങ്ങളുടെ ഹോർമോണിലാണ് വളരേണ്ടത്. തമ്പുരാന്റെ സൃഷ്ടിയാണത്. അവള് ആ പ്രായത്തിൽ ഇരുന്നിട്ട് ഉരുവിട്ടു, പഠിച്ചു. പക്ഷേ ഇത് അപ്പന് മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പം വിചാരിച്ചു, നീ ഒരു നീയല്ലടാ കൂടുതൽ പഠിക്കേണ്ടത്. ഇത് അപ്പന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആണായിട്ട് വളരണം. അവന്റേതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അവന്റേതായിട്ടുള്ള വ്യക്തിത്വമാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. പെണ്ണിനെ പെണ്ണായിട്ട് വളർത്തണം. അതിൻ്റെതായിട്ടുള്ള വ്യക്തിത്വം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ അപ്പനും അമ്മയ്ക്കും വിവരം ഉണ്ടായില്ല. വലിയ വിവരക്കാരാണ്, പക്ഷെ ഈ വിവരം ഉണ്ടായില്ല. അതുകൊണ്ട് എന്തുണ്ടാവുന്നു? വീട്ടിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി പരിശ്രമിക്കുന്നു അവൻ. ഈ രംഗം അപ്പനോട് പറഞ്ഞപ്പോ അന്തം വിട്ട് നിൽക്കുക. അപ്പൻ നിൽക്കല്ല, ഇരിക്കുക. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അന്തം വിടണ്ട, ഈ കുന്തമുണ്ടായാ മതി, അപ്പൊ കാര്യങ്ങൾക്ക് നടപ്പുണ്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോ ഈ കുട്ടി എന്റെ മുന്നിൽ ഇരുന്നിട്ട്, വേണ്ടതാണ് കുട്ടിയുടെ മുൻപിൽ വെച്ച് പറഞ്ഞുള്ളൂ, ഈ കുട്ടി എന്റെ മുമ്പിൽ ഇരുന്നിട്ട് ബെൻസ് വണ്ടി പോണ മാതിരി ഒരു കാറ്റങ്ങോട്ട് വിട്ടു. ഒരു നെടുവീർപ്പ്. ആശ്വാസാണ് ബി പറഞ്ഞ്. ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളൊന്നുമല്ല മക്കളെ. ഇങ്ങനെ ശാന്തിയും സമാധാനമുള്ള കുടുംബങ്ങളിലെ വ്യക്തികളുടെ വളർച്ച നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ സുവിശേഷത്തിൽ നാം കണ്ടതുപോലെ സഖറിയാസിന്റെയും എലിസബത്തിന്റെയും വീട്ടിൽ വളർന്ന യോഹന്നാൻ ആയിരിക്കട്ടെ നമ്മുടെ കുട്ടികളുടെ മാതൃക. സഖറിയാസും എലിസബത്തും ആയിരിക്കട്ടെ മാതാപിതാക്കന്മാരുടെ മാതൃക. ശ്രമിക്കാം നമുക്കും.